എന്ത് തുടങ്ങിയോ? ഞങ്ങൾ ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വരാൻ താമസിച്ചു. അതുകൊണ്ട് ഇറങ്ങാൻ താമസിച്ചു, കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷേ ഉണ്ടല്ലോ, ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും തന്റെ വീഡിയോ ഒന്നും എടുത്തിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് താല്പര്യമില്ല. ശരിയാണ്, ഞങ്ങൾ അതിന് വന്നതല്ല, ജസ്റ്റ് ഒന്ന് കാണാം, സംസാരിക്കാം എന്നിട്ട് വന്നാണ്. ഇയാളുടെയൊക്കെ കേസ് എന്ന് പറഞ്ഞാൽ ഈ മീഡിയ മെയിൻ സ്ട്രീം മീഡിയാസും എല്ലാം സംസാരിച്ചു അല്ലെ കേസ്, അതും എന്റെ ചെയ്യാം. ഈ മൂന്നിടത്ത് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ല നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പബ്ലിക്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് അത്രേ കാര്യം പറയാനുള്ളൂ. ആക്ച്വലി എനിക്ക് നേരത്തെ ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഒരു കുറ്റബോധം സംഭവം അറിഞ്ഞിട്ട് പോയതല്ല, പക്ഷെ എന്നാലും ഞാനതില് ഉൾപ്പെട്ട ഒരാളാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങള് ഇനി നമ്മളതിനെ ഭയങ്കര ദുഷ്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന്റെ റിയാക്ഷൻ പോസിറ്റീവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും അപ്പൊ എല്ലാവരുടെയും മുന്നിൽ എനിക്കൊരു സോറി പറയണമെന്നുണ്ട്. അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല. എനിക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. സോറി. എന്തിനാ അങ്ങനെയൊക്കെ അവിടെ കൂടെ പോയി തോക്ക് പിടിച്ചോണ്ടിരുന്നു? സോറി, എന്തിനാട്ടെ, അതൊക്കെ പോട്ടെ. എനിക്കെന്തിനും തന്നോട് വിരോധം ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങോട്ട് വരൂ ആരെങ്കിലും. പിന്നെ ഇതിനകത്ത് ഇപ്പൊ എൽസബത്ത് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടില്ലേ, അതൊക്കെ കണ്ടപ്പോ വെറുതെ തന്നെ ഇങ്ങനൊരു സംഭവം പറഞ്ഞത് കൊണ്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര ഉണ്ടായിരുന്നു. ഒന്ന് മാക്കിനെ കൂടി വിളിക്കാൻ പറ്റുമോ? മാക്കിനെ വിളിക്കണം. മാക്കിന് നമ്പർ ഉണ്ടോ? മാക്ക് നീ എന്താ മാക്കിന് അങ്ങനെ മാക്ക് അന്നേ പറഞ്ഞതാടോ, താൻ പേടിച്ച് ഊരി വണ്ടിക്കകത്ത് കൈയും കാലും മറിച്ച ടീമാണ്. അതിലും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും താൻ എന്റെ കൂടെ വന്നത് ആറാട്ടനെയും പുള്ളി പറ്റിച്ചാ കൊണ്ടുവന്നേക്കുന്നു. അത് ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നതാണ്, അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യം. അതിനകത്ത് ഹലോ മാക്, ഹലോ അതെ പറ എടാ പറയണ. ഞാനിപ്പോ എലിസബത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടേ. എലിസബത്ത് ഇല്ലേ? എലിസബത്തിന്റെ വീട്ടില് ചുമ്മാ വന്നാ, പുള്ളിക്കാരെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പഴാ കാണാൻ പറ്റിയത്. എലിസബത്ത് ഇങ്ങനെ ഞങ്ങളൊരു വീഡിയോ എടുത്തു, ചെറുതായിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ. പുള്ളിക്കാരിക്ക് എന്തോ സോറി പറയാൻ തോന്നിയിരുന്നു, എന്തൊക്കെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിന്നെ കോൾ ചെയ്താ. നമ്മളല്ലാതെ സീരിയസ് ആയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ, കാരണം അതൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കണ്ട, ഇത് കേട്ടോ. ഹലോ ചേട്ടാ, അന്ന് നമ്മള് കാറിൽ വെച്ച് കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഒരു ആക്ച്വലി ഒരു സോങ് പറയുന്നുണ്ടായിരുന്നു, മാറി. പക്ഷെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. ആക്ച്വലി നേരത്തെ കോണ്ടാക്ട് ചെയ്യുന്നതായിരുന്നു, പക്ഷെ എനിക്ക് അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ലേ? ഞാൻ കാണുന്നുണ്ടല്ലോ, താൻ പേടിച്ചിരിക്കുകയാണ്. അവനും പേടിച്ചിരിക്കുക, മാക്ക് പേടിച്ചിരിക്കുന്നു, പേടിച്ചിരിക്കുന്നു, രണ്ടുപേരും ടാറ്റ പറയുന്നു. സോറി എന്തിന് നമ്മളെടുക്കുന്നില്ല, പറഞ്ഞോട്ടോ, കുഴപ്പമില്ല. എനിക്കൊരു സമാധാനത്തിന് വേണ്ടിട്ട്. അത് കുഴപ്പമില്ല. എടാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്നെ കൂടെ കൂട്ടി ഞാൻ ഇത് വരാം, നേരിട്ട് കാണാം. ഗുജറാത്തിൽ നിന്ന് വരുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഗുജറാത്തിലാണ് ഇപ്പൊ എൽസബത്ത് പഠിക്കുന്നത്. എം ഡി ഇനി ഒരു MA കൂടെ പഠിക്കും. എം ഡി അതാണ് പഠിച്ചോണ്ടിരിക്കുന്ന കോഴ്സ്. കുറച്ചാണ് എന്റെ എൽസബത്ത് വലിയ ഡോക്ടറൊക്കെ ആവും. ഡോക്ടറൊക്കെ ആവും, കാരണം അടിപൊളിയാ. ആള് സൂപ്പറാണ്, നമ്മള് വിചാരിച്ചാൽ ആളൊന്നുമല്ല. ആളെങ്ങനൊന്നല്ല, വേറെ അതെ എന്നോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ആളകത്തിൽ നിന്ന് ഇറക്കി വന്ന് ഈ എൽസബത്ത് പേടിച്ചിട്ട്
എന്താ ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയല്ലേ? ഞാൻ ആക്ച്വലി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വളയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം കഴിച്ച് വീഡിയോ എടുക്കാം, യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കാൻ വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഇതൊരു ഗിൽറ്റ് ഫീലിംഗ് മാറി. അതെ അതെ. അപ്പൊ ഓക്കെടാ, താങ്ക് യു താങ്ക് യു. ഓക്കെ, ബൈ ബൈ. നിങ്ങളോട് 3 പേരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അവരോട് പോവാന്ന് പറയണം, അത്രേ ഉള്ളൂ. എടേ നമുക്ക് പോയേക്കാം. പിന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആകെ പറയാൻ പറ്റുന്നത് ഒരു പോലീസ് കേസ്, കംപ്ലൈന്റ്, കോർട്ട് എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയേണ്ടി വരും. അല്ലാതെ ഒരാളോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബിലും ഇതിനകത്തൊക്കെ തനിക്ക് തന്റെ പ്രൊഫൈലിൽ ഇടുന്ന പോലെയല്ല വേറെ ആരും കിട്ടാൻ പറ്റില്ല. മനസ്സിലായോ? അതിന് അങ്ങ് അത്ര ശരിയാണ് അല്ലേ? ഒരു പ്രശ്നമാണ്. ഇത്രയൊക്കെ അങ്ങനെയൊന്നും ഡീൽ ചെയ്യാൻ പറ്റുന്ന കേസല്ല, ഒരിക്കലും പറ്റത്തില്ല. ഇത് വിടാനും പറ്റത്തില്ല. എന്ത് ചെയ്യും? നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ശരി, അപ്പൊ കാണാനും പരിചയപ്പെടാനും സാധ്യത വളരെ സന്തോഷം. താങ്ക് യു ഫോർ ദ നാരങ്ങളും നമസ്കാരം. അങ്ങനെ ഇപ്പോ എലിസബത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എലിസബത്ത് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചെകുത്താനെയും ചെകുത്താന്റെ സുഹൃത്തായിരുന്നു മാക്കിന്റെ അടുത്തും ഈ ലൈവ് ആയിട്ട് വന്നു നിന്ന് മാപ്പ് പറഞ്ഞു. ചെകുത്താനോട് ആദ്യം മാപ്പ് പറയുന്നു, പിന്നെ മാക്കിനെ വിളിച്ചുകൊണ്ട് എനിക്ക് അന്ന് ഞാൻ ആ ബാലയുടെ കൂടെ വരേണ്ടതായിട്ട് വന്നുപോയി, മാപ്പ് എന്നൊക്കെ പറഞ്ഞു. അതായത് മറ്റൊന്നുമല്ല, പണ്ട് നമുക്കറിയാമല്ലോ, ബാല തോക്കും കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ ഒരു കേസുണ്ട്. അതിനകത്ത് ഈ എലിസബത്തിനെയും കൂടെ കൊണ്ടുപോയാണ് ഈ ഒരു ഭീഷണി നടത്തിയത്. എലിസബത്തിനെ കാറിൽ ഇരുത്തിയിട്ടാണ് ഈ ബാല എന്ത് ചെയ്തത്, ഈ ചെകുത്താന്റെ സുഹൃത്തായ മാക്കിനെ പോയി കാണുകയും അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ലാസ്റ്റ് ഇവര് തോക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ത് ചെയ്തു, പരാതി കൊടുത്തു. അപ്പോ പിന്നീട് നമ്മുടെ ബാല അത് നിരസിച്ചു. എന്റെ ഒരു തോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ അറിയാതെ പെട്ടുപോയതാണ്. അന്ന് എലിസബത്തിനൊന്നും മിണ്ടാൻ പറ്റിയില്ല, അന്ന് പേടിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എലിസബത്തും കൂടി അറിഞ്ഞില്ല, ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് എലിസബത്ത് അറിഞ്ഞില്ല എന്ന് ഇടയ്ക്ക് വെച്ച് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിടത്ത് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഭാര്യ എലിസബത്ത് പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഏത് കാര്യത്തിനും ഭാര്യയെ പിടിച്ചുകൊണ്ട് കൂടെ ഇരുത്തും. ഈ പറയുന്ന ഇന്റർവ്യൂസ് നടക്കുമ്പോഴും ഭാര്യയെ കൊണ്ട് അടുത്തിരുത്തി ഭാര്യയും കൂടി നിർത്തിക്കൊണ്ട് ഈ പുള്ളി പലതും ചെയ്യാറുള്ളൂ. കാരണം ഭാര്യയും കൂടി അതിന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടുപ്രതിയായിട്ട് കൊണ്ടു നടക്കും. എന്തെങ്കിലും നാളെ ഒരു കേസ് വന്നാൽ ഭാര്യയ്ക്കും കൂട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭാര്യ ഇരിക്കുന്നുണ്ട്, അനാവശ്യ ക്വസ്റ്റ്യങ്ങളൊന്നും വരത്തില്ല, അതെല്ലാം ഭാര്യയുടെ തലയിൽ ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു ഐഡിയയിലെ കൂടെയാണ് എന്നെ എപ്പോഴും ഈ പറയുന്ന മീഡിയയുടെ ഫ്രണ്ടിലേക്ക് പിടിച്ചിരുത്തുന്നതെന്ന് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബാലയുടെ 3 അഥവാ ഈ അമൃത സുരേഷിന്റെ കേസ് നോക്കിയാലും ഇപ്പോഴുള്ള ഭാര്യയുടെ കേസ് നോക്കിയാലും ഇങ്ങനെയല്ല. മീഡിയയുടെ ഫ്രണ്ടിൽ ഈ ഭാര്യമാരെ വിളിച്ചിരുത്തി നീ അങ്ങനെ ഭാര്യമാരെ പുറത്തുന്നതേ ഉള്ളൂ. ഇപ്പം അമൃതയുടെ കേസും ഈ എലിസബത്തിന്റെ എന്തുമാത്രം വീട്, ഇതെന്റെ ഇവളെന്റെ ദേവതയാണ്, ഇവളില്ലായിരുന്നെങ്കിൽ ഞാനില്ലായിരുന്നു, ഞാൻ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞു ഭാര്യയെ അങ്ങ് മീഡിയയുടെ ഫ്രണ്ടിൽ പുറത്തുകയും ഈ പറയുന്ന ക്യാമറ ഓഫ് ആകുമ്പോൾ കുനിച്ചിരുത്തി ഇടിക്കുന്ന ഒരു പ്രകൃതമാണ് ബാലയുടെ എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അന്ന് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. എനിക്ക് പിന്നീട് ബാലയുടെ കൂടെ നിൽക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ചെകുത്താനോടും പിന്നീട് ഈ പറയുന്ന ഫ്രണ്ട്സായ മാക്കിനോടും എലിസബത്ത് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണ്ടി കാണാം. ശരി.